ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് ക്ലൗഡ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ പറയുന്നത് പോലെ ഡേ മൈ ലൈഫ് കാണിക്കാനായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് രാവിലത്തെ ഈറ്റിംഗ് ഫുഡാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തത് അന്ന് എപ്പോൾ മൺഡേ ആണെന്ന് തോന്നുന്നു. വെക്കേഷൻ്റെ ടൈമിലാണ് ഈ രണ്ട് വീഡിയോ ഒരുമിച്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും കഴിഞ്ഞ് ഞാൻ ലൈസ് തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. അതിൻ്റെ പ്രിപ്പറേഷനിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതും കഴിഞ്ഞ് കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പാലം കണ്ടു. അവിടെ കുറച്ച് വെള്ളം, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോയി അവിടുന്ന് കുറച്ച് മാഗിയൊക്കെ തിന്നു. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് ഒരു സാന്റാ ക്ലോസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇതാണ് രണ്ട് സാന്റോ, മൂന്നുണ്ടായി, ഒന്ന് അതിൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു കുളം കണ്ടത്. അപ്പോൾ ഇതും കൂടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ടായിരുന്നു, രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ടാകുമ്പോൾ കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ കടുപ്പുണ്ട് ഞാനിത് എന്ത് ചെയ്തതെന്ന്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ 5:02 എണീച്ചു. വേറെ ഒന്നല്ല, ഒരു കോഴിക്കോടിലേക്ക് ഒരു അത്യാവശ്യത്തിനായിട്ട് പോകാനുണ്ടായി. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ട്രെയിൻ വന്നു. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും, അത്രയും സ്പീഡിലാണ് അത് പോയിട്ടുണ്ടായിരുന്നത്. ഇടി പൊടി പാറിയൊക്കെയാണ്. അതും കഴിഞ്ഞ് കുറച്ച് നേരം, നമ്മൾ ട്രെയിൻ വരാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 ട്രെയിൻ അതിൽ പോയി കുറേ ട്രെയിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രെയിൻ പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കോഴിക്കോട്ടിലേക്ക് പോയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെയാണ് കുറേ യൂട്യൂബേഴ്സ്, എനിക്കറിയുന്ന എല്ലാ യൂട്യൂബേഴ്സും കോഴിക്കോട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവരെ മറ്റ് കണ്ടാലോ എന്നിട്ടാണ് ഞാൻ അത്യാവശ്യം അതിന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കണ്ടം വഴി ഒരു ഓട്ടോ വിളിച്ചു. പിന്നെ അതിൽ കയറി നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് പിന്നെ എത്തിയാൽ പിന്നെ ഫുൾ ചേഞ്ചായി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ലൈസ് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ പാഴ്സൽ വാങ്ങിച്ച ബിരിയാണിയും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് സ്കൂൾ വിട്ട് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. 10 ദിവസം എങ്ങനെ വെക്കേഷൻ തീർന്നതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ചടപടയാണ് വെക്കേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഈ ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.